പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമവേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ ചാനലിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് രാമായണത്തിലെ മുഖ്യ കഥാപാത്രമായ മണ്ഡോദരിയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ്. ഇത് നമുക്കിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രുക്മിണിജിയാണ്. രുക്മിണിജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ. നമസ്തേ. കർണാമൃതം ഒരു ദേവതാ സംഗമം വേദിയുടെ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. രാമായണത്തിൽ തിരശീലക്ക് പിറകിൽ മറഞ്ഞിരിക്കുന്ന അത്യുജ്വലകളായ ധർമ്മനിഷ്ഠയുള്ള കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട്. ഊർമിള, താര, മണ്ഡോദരി, അങ്ങനെയുള്ള കുറേ സ്ത്രീ ഉജ്ജ്വല കഥാപാത്രങ്ങളുണ്ട്. അതിൽ മണ്ഡോദരിയുടെ ധർമ്മനീതിയെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കാം. രത്നാകരൻ എന്ന കാട്ടാളൻ സപ്തർഷികളുടെ നിർദ്ദേശത്താൽ വാൽമീകി മുനിയായ കഥ എല്ലാവർക്കും അറിയാമല്ലോ. സദാ കുടുംബം പോറ്റാൻ കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനുമായ രത്നാകരനോട് മുനിമാർ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നിനക്ക് തരാം, നീ പോയി നിന്റെ കുടുംബത്തോട് ചോദിച്ചിട്ട് വാ. നീ ചെയ്യുന്ന ഈ പാപപ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ അവർ കൂടി നിന്റെ ഒപ്പം നിൽക്കുമോ? അവിടെ നിന്ന് കിട്ടിയ ഉത്തരം ഇതായിരുന്നു: താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നിവരുന്നു. അപ്പോ ആ ഉത്തരത്തിലൂടെ മനപരിവർത്തനം വന്നേ രത്നാകരൻ എന്ന കാട്ടാളൻ അക്ഷരാഭ്യാസമില്ലാത്ത മരാമര എന്ന് ജപിച്ച അവസാനം രാമമന്ത്രത്തിലെത്തി. കള്ളനിൽ നിന്നും മാമുനിയായ കഥ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിട്ട് സുന്ദരകാന്ഡത്തിലെ രാവണന്റെ ഇച്ഛാഭംഗം എന്ന ഭാഗത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം. അവിടെ രാവണൻ, അവിടുത്തെ രംഗം സീതാദേവി ഭയചകിതയായി തടിച്ച തുടകൾ കൊണ്ട് മാറിടം മറച്ച് മുഖം താഴ്ത്തി ദുഃഖിതയായി വിറയലോടുകൂടി ഭർത്താവിൻ്റെ പവിത്രമായ ശരീരം തന്നെ ധ്യാനിച്ചിരിക്കുന്ന, അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സീതാദേവിയുടെ അടുത്തേക്ക് അഴകിയ രാവണൻ എന്ന് പറയാൻ കാരണം രത്നഖചിതങ്ങളായ സ്വർണമടകൾ, ഭുജഗണ്ഡം, തോൾവള, അരഞ്ഞാൺ, നൂപുരം തുടങ്ങിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് നല്ല സൗന്ദര്യമൊക്കെ വരുത്തി നല്ല ഭംഗിയായ വേഷമൊക്കെ ധരിച്ചിട്ട് ഒരൽപ്പം കാമപീഡയോടെ തന്നെ സീതാദേവിയുടെ അടുത്ത് വന്ന് തൊഴുത് അപേക്ഷിക്കുന്ന ഒരു രംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവണൻ അനുസരിപ്പിക്കുന്ന മധുരമായ വാക്കുകൾ പറഞ്ഞു സീതാദേവിയോട്: സുന്ദരി, കേൾക്കൂ, ഞാൻ നിന്റെ പാദകമലങ്ങളുടെ ദാസനാണ് സുശീലേ. നീ എന്നിൽ പ്രസാദിച്ചാലും സകല ലോകനാഥനും അസുരേശ്വരനുമായ എന്നെ കണ്ടിട്ട് സ്വയം പുകഴ്ത്താൻ തുടങ്ങി. എന്നെ കണ്ടിട്ട് നീ സ്വയം മറഞ്ഞിരിക്കുന്നത് എന്തിന്? താല്പര്യപൂർവം വേഗം എന്നെ ഒന്ന് നോക്കൂ. നിന്നിൽ മുഴുകിയ മനസ്സുള്ളവനാണ് ഞാനെന്ന് മനസ്സിലാക്കൂ. അവിടുത്തെ ഭർത്താവിനാണെങ്കിലും ദശരഥപുത്രനെ നോക്കിയാൽ ചിലർക്ക് ചില സമയത്ത് കാണാൻ പറ്റും. പലപ്പോഴും നാനാദിക്കുകൾ അന്വേഷിച്ചാലും ഭഗവാന്മാർക്ക് പോലും കണ്ടെത്താനാവുകയില്ല സുന്ദരി. ആ ദശരഥപുത്രനെ കൊണ്ട് നിനക്കൊരു പ്രയോജനം? ആ രാമനെ കൊണ്ട് നിനക്കെന്താണ് പ്രയോജനം? ഒരിക്കലും അവൻ ഒരു കാര്യത്തിലും ആശയില്ല. ചിന്തിച്ചു നോക്കിയാൽ അവന് ഒരു ഗുണവുമില്ല സുന്ദരി. നിരന്തരം മുറകെ പുണർന്നാലും വളരെ കാലം കൂടെ പാർത്താലും നിന്റെ സദ്ഗുണ വൈഭവമെല്ലാം അനുഭവിച്ചാലും അവന് നിന്നെ ലേശവും താല്പര്യമില്ല. ഒരിക്കലും അവന് ശരണമായി ഒരുത്തരവും ഇല്ല. അപ്പോ അവന് നിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള ആ രാമന്റെ ഒപ്പരം വസിക്കുന്നതിനെ കാട്ടിയും എത്ര ഭംഗിയാണ്
എന്നെ സ്വീകരിച്ചാൽ അപ്സര സ്ത്രീകള്, ദേവാംഗന സ്ത്രീകള്, വലിയ എന്താണ് ദേവ പദവിയിൽ ഞാൻ നിന്നെ ഇരുത്താം. ആ രാമനെ കൊണ്ട് നിനക്ക് എന്ത് കാര്യം? നീ അവനെ ഉപേക്ഷിച്ചിട്ട് എന്നെ സ്വീകരിക്കൂ. അത് എഴുത്തച്ഛൻ പറയുന്നതാണ്, പരിശുദ്ധമായ രത്നത്തെ ഉപേക്ഷിച്ചിട്ട് സുന്ദരി നീ കാക്കപ്പൊന്നിനെ ആഗ്രഹിക്കുന്നത് എന്തിന് എന്നാണ് വിഡ്ഢിയായ രാവണൻ സീതയോട് പറഞ്ഞത്. കുറേയൊക്കെ സീത ക്ഷമിച്ചു. അസുരാംഗനമാരും ധനുജസ്ത്രീകളും ഭുജംഗികളും അപ്സരസ്സുകളും ഗന്ധർവനാരിമാരും സന്തോഷത്തോടും ഭയത്തോടും ബഹുമാനത്തോടും കൂടി നിന്നെ പരിചരിക്കും. നീ സമയം ഒട്ടും പാഴാക്കാതെ എന്നെ സ്വീകരിക്കൂ സുന്ദരി. ആ കാലന് പോലും എന്നെ പേടിയാണ്. പുരുഷഗുണം കൂടി, എൻ്റെ പുരുഷഗുണം കൂടി നീ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെയൊക്കെ ഇന്ദ്രി കൂടിയും അഭിവന്ദ്യനായ പുണ്യപുരുഷനാണെന്ന് ഞാൻ അറിയുക. വീരനാം അദ്ദേഹം ഇദ്ദേഹമാണ് ഞാൻ എന്നൊക്കെ അഴകിയ രാവണൻ ഒരുപാടങ്ങ് സ്വന്തം കഴിവുകൾ വീമ്പങ്ങോട്ട് ഇളക്കാൻ തുടങ്ങി. ഇങ്ങനെ വിവിധ രീതികളിൽ അനുസരണയോടെ രാവണൻ വീണ് തൊഴുത് അപേക്ഷിച്ചപ്പോൾ സീതാദേവി കോപത്തോടെ ഒരു പുൽക്കൊടി നുള്ളിയെടുത്ത് അവർക്കിടയിൽ ഇട്ടിട്ട് പറഞ്ഞു. ഒരു പുൽക്കൊടി നുള്ളിയിടുന്നതിന്റെ ലക്ഷണം എന്നാണ്, നീ പോടാന്നാണ് ശരിക്കും. എന്നിട്ട് എന്താ പറഞ്ഞത്? ശശത്തിന്റെ പത്നിയെ ഒരു ശശത്തിന് ഹരിപത്നിയെ തൊടാനൊക്കുമോ എന്നാണ് ചോദിച്ചത്. എടാ നീ എന്താണ് പാവം ഒരു മുയല്, അപ്പോ ആ മുയലിന് എന്താണ് സിംഹത്തിന്റെ പത്നിയെ തൊടാൻ പറ്റൂടാ എന്നൊക്കെ ചോദിച്ചിട്ട് സീതാദേവി ഒരുപാട് വാക്കുകൾ പറഞ്ഞു. സീതാദേവിയുടെ ഇത്തരം പരുഷവാക്കുകൾ കേട്ടിട്ട് അത്യന്തം ക്രുദ്ധനായ രാവണൻ ചപലമായി കയ്യിലിരുന്ന ക്രൂരമായ ഖഡ്ഗം സീതാദേവിയെ വധിക്കാനായി ഓങ്ങിയപ്പോൾ അതിയായ കാരുണ്യത്തോടെ മണ്ഡോദരി സ്വഭർത്താവിനെ പിടിച്ചു മാറ്റി. രാവണ, ഒഴിഞ്ഞു മാറൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. അല്ലയോ മൂഢപ്രഭോ, എടാ മൂഢ വിഡ്ഢി, അരുതാത്ത കാര്യം ചിന്തിക്കരുത്. ഈ മനുഷ്യ സ്ത്രീയെ ഉപേക്ഷിക്കൂ. ബന്ധുക്കളില്ലാതെ ദുഃഖിച്ച് മെലിഞ്ഞ് ഭർത്താവിന്റെ വിരഹത്താൽ പരവശയായി എന്നെ ഗൃഹത്തിൽ പാർത്തുകൊണ്ട് ഭർത്താവായ ശ്രീരാമചന്ദ്രനിൽ തന്നെ വ്രതനിഷ്ഠയോടെ പാരിവൃത്യം അവലംബിച്ച് രാപ്പകൽ ഈ രാക്ഷസ സ്ത്രീകൾ പറയുന്ന ക്രൂരവാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുന്ന ഈ ഒരു സ്ത്രീ, ഇതിൽ കൂടുതൽ ദുരിതം ഒരാൾക്കും ഉണ്ടാകാനില്ല. അല്ലയോ ദുർബുദ്ധിയായ പ്രഭോ, ദുഷ്കീർത്തി വീരപുരുഷന്മാർക്ക് ചേർന്നതാണോ? അതുകൊണ്ട് നീ അവളെ വിടൂ എന്ന് പറഞ്ഞിട്ട്, എടാ മൂഢ വിഡ്ഢി എന്ന് പറഞ്ഞിട്ട് രാവണനെ ബലാത്കാരമായി പിടിച്ചു മാറ്റുന്ന മണ്ഡോദരി. ഈ മൂന്ന് ലോകവും വിറപ്പിക്കുന്ന രാവണനെ, ഇത്ര ശക്തിയുള്ള രാവണനെ പിടിച്ചു മാറ്റാൻ സ്ത്രീയുടെ വാക്കുകൾക്കും ശക്തിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവിടെ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തിന് മേൽ അപമാനം വരും, അതും അത്രയും പരിശുദ്ധയായ ഒരു സ്ത്രീയുടെ എന്ന് കണ്ടപ്പോൾ മണ്ഡോദരിയിലെ സ്ത്രീത്വം ഉണർന്നു. അതാണ് നമ്മൾക്കിന്നില്ലാത്തത്. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തിന് അപമാനം സംഭവിക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് ആരാണ്? സ്വന്തം ഭർത്താവാണ്. അതിലേത്തെ കുറ്റവാളിയെങ്കിലും ഭർത്താവിന് നേരെ കൈചൂണ്ടി സംസാരിക്കാൻ, തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ, ധർമ്മം ധർമ്മമല്ല ഇത് അധർമ്മമാണ് എന്ന് പറയാൻ കേൾപ്പ് കാട്ടിയ പുരാണത്തിലെ ആദ്യത്തെ ധീര വനിതയാണ് മണ്ഡോദരി. രാവണൻ അവിടെ അടങ്ങി. മണ്ഡോദരിയുടെ ഒരു വാക്കിന് വല്ലാതെ ലജ്ജിച്ചു. എന്നിട്ടും എന്താ പറഞ്ഞത്? രാക്ഷസിമാരെ, നിങ്ങൾ 2 മാസത്തിനുള്ളിൽ സീതാദേവിയെ എൻ്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിച്ച് കേൾപ്പിച്ചിട്ട് അവളുടെ മനസ്സ് എൻ്റെ വശത്താക്കൂ എന്ന് പറഞ്ഞിട്ട് പോന്ന ഒരു രാവണൻ. അപ്പോൾ 20 തലയും 10 കൈകളും ഒക്കെ ഉണ്ടായ രാവണൻ എവിടെ നിശിതമായ സ്ത്രീ ശബ്ദത്തിന് മുമ്പിൽ ഒന്നടങ്ങിയില്ലേ? അതാ പറഞ്ഞത്. മണ്ഡോദരി ഒരു വാക്കും കൂടെ പറഞ്ഞു, യക്ഷഗന്ധർവ സിദ്ധചാരണ സർവ നാരിമാരും നിന്റെ വശത്തിലുണ്ടല്ലോ മുഠ. എന്നിട്ടും നീ എന്തിനാണ് ആ പാവം മനുഷ്യ സ്ത്രീയെ, സദാ രാമനാമം ജപിക്കുന്ന ആ മനുഷ്യ സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? സ്ത്രീക്ക്
സ്ത്രീക്കൊരാപത്ത് പറ്റുമ്പോൾ സ്ത്രീത്വം ഉണർന്നിട്ട് മറ്റു സ്ത്രീകൾ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നതാ നമുക്ക് രാമായണത്തിലെ മണ്ഡോദരി കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ഭാഗത്തിലേക്ക് കടക്കാം. രാവണന് ഒരു ശാപം കൂടിയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് ദേവലോകത്ത് പോയ രാവണന് ഈ രംഭനെ കണ്ടപ്പോൾ ഇതുമാതിരി ഈ സീതയോട് പെരുമാറിയ മാതിരിയുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നു. അപ്പോൾ രംഭ അത് സ്വന്തം ഭർത്താവിനോട് പോയി പറഞ്ഞു. അപ്പോൾ രംഭ എന്താ പറഞ്ഞത്? രാവണൻ രംഭയുടെ സമ്മതം കൂടാതെ അവളെ ഉണർന്നു. രംഭ പേടിച്ച് വിറവുണ്ടു. പിന്നീട് അവൾ പോയി ഭർത്താവായ നളകൂപരനോട് വിവരമെല്ലാം പറഞ്ഞു. കോപത്തോടെ നളകൂപരൻ രാവണനെ ശപിച്ചു. ഇവൻ ഇനി എരുത്തിയെ ഈ വിധം സ്പർശിക്കുകയാണെങ്കിൽ 7 കഷ്ടങ്ങളായി തല പൊട്ടിത്തെറിച്ച് മരണമടയട്ടെ. ഇത് കേട്ട എന്തിനാണ് ഈ നളകൂപരൻ ആരാണ്? സഹോദരന്റെ മകനാണ് നളകൂപരൻ. കുബേരന്റെ സ്വന്തം ജ്യേഷ്ഠനായ കുബേരന്റെ മകനാണ് നളകൂപരൻ. നളകൂപരന്റെ പത്നിയാണ് രംഭ. ആ രംഭ ശരിക്കും പുത്രി തുല്യല്ലേ? അവിടെ നളകൂപരന്റെ ഒരു ശാപവും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ രാവണനുണ്ട് എന്ന് പറയുന്നു. ഇനി നമുക്ക് വേറൊരു രംഗത്തിലേക്ക് പോവാം. ആ വേറൊരു രംഗം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദ്രജിത്തിന്റെ മരണശേഷം രാവണന്റെ ഒരു വിലാപുണ്ട്, കരച്ചലുണ്ട്. ആ കരച്ചലൊക്കെ അടങ്ങിയിട്ട് ഇനി രാജാവ് എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് ഇന്ദ്രജിത്തൻ മരിച്ചപ്പോ രാവണന്റെ സർവശക്തിയും കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ശുക്രാചാര്യരുടെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞപ്പോ ശുക്രാചാര്യർ പറഞ്ഞു, രാവണ, ഇനി നിനക്കൊരു രക്ഷയുള്ളൂ, ദേവകളെ പ്രീതിപ്പെടുത്തുക. അതിനെ നീ നികുംബിലയിൽ ഒളിച്ചിരുന്നിട്ട്, ആരും കാണാതെ ഒളിച്ചിരുന്നിട്ട് ഒരു ഹോമം ചെയ്യാനുണ്ട്. ആ ഹോമകുണ്ടത്തിൽ നിന്നും ശുക്രമഹർഷിയിൽ നിന്നും മൂലമന്ത്രം ഗ്രഹിച്ചിട്ട് രാവണൻ പാതാളം പോലെ ഒരു ഗുഹയുണ്ടാക്കിയിട്ട് ദിവ്യമായ ഹോമദ്രവ്യങ്ങളും ഗവ്യങ്ങളും സംഭരിച്ചുകൊണ്ട് ലങ്കാനഗരത്തിന്റെ വാതിലുകളെല്ലാം അടച്ച് ഭദ്രമാക്കിയിട്ട് ഗുഹയ്ക്കുള്ളിൽ കടന്ന് ശുദ്ധനായി മൗനവ്രതം ആലംബിച്ച് ധ്യാനത്തിൽ മുഴുകിക്കൊണ്ട് മഹർഷി പറഞ്ഞ പ്രകാരമുള്ള ഈ ഹോമം തുടങ്ങി. ആ ഹോമം തുടങ്ങിയപ്പോൾ സുരമ അങ്ങത്തോടെ കാണിച്ചു കൊടുത്തിട്ട് വിഭീഷണൻ രാമനെ വിവരം ധരിപ്പിച്ചിട്ട് ശരിക്കും വാനരന്മാരുടെ ഒരു കളി അവിടെ കളിക്കുന്നുണ്ട്. വലിയ പാറ വെച്ചടച്ച് നികുംബിലയിടക്ക് പാറ വെച്ച് അടച്ച അതൊക്കെ തട്ടിത്തകർത്തിട്ട് വാനരന്മാര് എന്താ പറയണ്ടേ, കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന രാക്ഷസ രാജാവിനെ ഇവർ ഉപദ്രവിക്കാൻ തുടങ്ങി. ഹോമദ്രവ്യങ്ങൾ വാരിയെടുത്ത് അഗ്നിയിലർപ്പിച്ചു. രാവണന്റെ അരയിൽ കെട്ടിയിരുന്ന ദർഭച്ചർ വലച്ചു പൊട്ടിച്ച് ദൂരത്തെറിഞ്ഞു. യാഗാഗ്നിയിൽ നെയ്കോരാൻ ഉപയോഗിക്കുന്ന തവി രാവണന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു. എന്തിനു പറയുന്നു? അവസാനം ഈ കൊരങ്ങന്മാരുടെ വിക്രിയ ഒന്നിലും രാവണൻ ഹോമം നിർത്തുന്നില്ല എന്ന് കണ്ടിട്ട് ഈ രാവണന്റെ ദേഹമാകെ കീറി നഖം കൊണ്ട് മാന്തിപ്പറിച്ചിട്ട് ചോര വലിക്കുന്ന ഒരു രാവണന്റെ രൂപമുണ്ട്. ഈ ഹോമം പൂർത്തിയായ രാവണനെ തോൽപ്പിക്കാൻ ആരും ആവില്ല എന്നാണ് ശുക്രാചാര്യർ കൊടുത്ത ഇത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നിന്നും ഉയർന്നു വരുന്ന ദിവ്യായുധങ്ങൾ മാത്രം മതി ഹോമം പൂർത്തീകരിക്കാൻ പറ്റിയാൽ നിനക്ക് രാമനെ ജയിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഹോമം തുടങ്ങിയത്. അത് മുടക്കാനാണ് അവസാനം അതും ഭരിക്കാഞ്ഞ് മണ്ഡോദരിയുടെ മടിക്കുത്ത് പിടിച്ചഴിക്കാൻ തുടങ്ങി, വിവസ്ത്രയാക്കാൻ തുടങ്ങി. മണ്ഡോദരിയെ വിവസ്ത്രയാക്കാൻ തുടങ്ങിയപ്പോൾ മണ്ഡോദരി വല്ലാതെ കരഞ്ഞ് ബഹളം വെച്ചു. അല്ലയോ മൂഢ രാവണ, ഈ മക്കളും മരുമക്കളും തമ്പികമാരും ഒക്കെ മരിച്ചിട്ട് നിനക്ക് ഈ രാജഭോഗം മതിയായില്ലേ രാവണ? അതുകൊണ്ട് നീ സ്വന്തം ഭാര്യയുടെ മാനം കാക്കാത്ത ഒരു ഭർത്താവ് എന്തിനാണ്?
സ്വന്തം ഭാര്യയ്ക്ക് ഇതാ അപമാനം സംഭവിക്കുമ്പോൾ നീ എന്താണ് ഹോമം ചെയ്തിട്ട് ഇനി എന്ത് നിനക്ക് നേടാനുള്ളത്? അസഹ്യമായ വാക്കുകളായിരുന്നു മണ്ഡോദരിയുടെ വായിൽ വന്നത്. എടാ മൂഢ, ഇനി എന്തിനാണ് നമുക്ക് സ്വർഗവും ജീവിതവും ഒക്കെ? മക്കളും മരുമക്കളും തമ്പികളും എല്ലാം മരിച്ചു, ഇത് നീ കാണുന്നില്ലേ? കുരങ്ങന്മാര്, ഞാൻ എന്ത് ചെയ്തു ഈ കുരങ്ങന്മാരുടെ ഇങ്ങനെ എന്നെ വിവസ്ത്രയാക്കിയിട്ട്? ഇത് കണ്ടിട്ട് നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. അവസാനം ഹോമം മതിയാക്കിയിട്ട് രാവണൻ അംഗദന്റെ നേർക്ക് വാളെടുത്ത് പോന്നിടത്ത് ആ ഹോമത്തിന്റെ ഫലപ്രാപ്തി കഴിഞ്ഞു. ഇതാ ഇവിടെ രാവണന് കിട്ടിയത് എന്താ? രാവണൻ സീതാദേവിയോട് രാവണൻ കളിച്ച ആ കാര്യത്തിന് ഇവിടെ പാവം ധർമ്മനിഷ്ഠയായ മണ്ഡോദരി അനുഭവിച്ച വിഷമങ്ങൾ എത്രയാണ്. അപ്പോ ഇതാണ് കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞത്. സീതാദേവിയോട് രാവണൻ കളിച്ചതിന് ഇതാ കുരങ്ങന്മാര് ഇവിടെ പകരമായിട്ട് മണ്ഡോദരിയുടെ വസ്ത്രങ്ങൾ ഒക്കെ വലിച്ചു കീറി വിവസ്ത്രയാക്കുന്ന ഒരു രംഗമുണ്ട്. ഇതാണ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്നുള്ളൊരു വാക്യം ഇതാ ഇവിടെയും വേണമെങ്കിൽ നമ്മൾക്ക് പ്രയോഗിക്കാം. അപ്പോൾ എത്ര ശക്തമാണ് മണ്ഡോദരി എന്ന സ്ത്രീ കഥാപാത്രം. സ്ത്രീത്വത്തിന് അപമാനമേൽത്തപ്പോൾ സ്വന്തം ഭർത്താവായാലും പ്രതികരിക്കാനുള്ള ശക്തി കാണിച്ച് ആ ധർമ്മം പറഞ്ഞ് ഇത് ശരിയല്ല എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കാൻ നമ്മൾക്ക് സ്ത്രീകൾക്കാവണം. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശക്തി. വേറെ ആരും സ്ത്രീകളെ സഹായിക്കാനില്ല. ഒരു സ്ത്രീക്ക് അപമാനം പറ്റുമ്പോൾ മറ്റൊരു സ്ത്രീയിലെ സ്ത്രീത്വം ഉണർന്നാൽ മാത്രമേ സ്ത്രീകൾക്കുള്ള നേരിടുന്ന അപമാനത്തെ നേരിടാൻ നമുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡോദരി എന്ന കഥാപാത്രത്തെ അതിന് ഉദാഹരിച്ചുകൊണ്ട് ഞാൻ ഈ കഥ ഇവിടെ നിർത്തുന്നു.